പ്രിയമുള്ളവരെ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജവീതികളിൽ, ശരിക്കും തൃപ്പൂണിത്തുറ രാജവീതി എന്ന് തന്നെ നമ്മൾ പറയണം, കൊച്ചി മഹാരാജാവ് പോയിരുന്നൊരു വഴിയാണത്. ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയായി ഈ ആൾക്കൂട്ടത്തിൽ തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ളൊരു, അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് വന്നിരിക്കാൻ കഴിയുമെന്ന്. അതെനിക്ക് തരമാക്കി തന്ന നഗരസഭയോടും ചെയർപേഴ്സണോടും മറ്റെല്ലാവരോടും കേരള സർക്കാരിനോടും എല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇന്ന് അത്താഘോഷം ഈ തൃശ്ശൂർ പൂരം കേരളീയർക്ക് മാത്രമുള്ളതല്ല, അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങെന്നൊക്കെ പറയുന്ന പോലെ തന്നെ തൃപ്പൂണിത്തുറ അത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ്. ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ അത്താഘോഷം ഒരുപക്ഷെ എനിക്ക് തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയോടുകൂടിയാണ് തീരുന്നത്. ലോകം മുഴുവൻ ഓണം ആഘോഷിച്ച് തീരുമ്പോൾ ഏകദേശം അടുത്ത ജനുവരി ആകാറുണ്ട്. കാരണം കഴിഞ്ഞ 37 വർഷമായി സിനിമയിലെത്തിയ ശേഷം ഞാൻ ഈ വിദേശങ്ങളിലുള്ള ഓണാഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. നവംബറും ഡിസംബറും താണ്ടി ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ. പിന്നെ ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിനൊരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ. എല്ലാവർക്കും അത്താശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട്, എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ജയ് ഹിന്ദ്.